ഇന്ന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ നീറ്റ് കൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ നേർച്ചയാണ്. അപ്പോൾ മോന് വേണ്ടിയിട്ട് അവന് അസുഖം വന്ന സമയത്ത് അമ്മൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ നേർന്നതാണ്. അവൻ്റെ ഹൈറ്റിൽ അവിടെ പത്തിരി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം തന്നെ ഞങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അവനെ ഒരിക്കൽ പോലും കാണാത്ത ഒരാളാണ് ഈ വഴിപാട് നേർന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ലേറ്റ് ആക്കണ്ട, ഈ വർഷത്തെ നേർച്ചയ്ക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 10 പേര് ചേർന്നിട്ടാണ് ഇത് തയ്യാറാക്കിയത്. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ തന്നെയായിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ജമീലത്താത്ത ഉണ്ട്. അവരും ഫാമിലിയും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കാറുണ്ട്. അപ്പോൾ അവരെ വീട്ടിലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കിയത്. ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ടാട്ടോ ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഹൈറ്റിക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പകുതി വേണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഒരുപാട് പത്തിരി എക്സ്ട്രാ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇവിടെ ആട്, അതുപോലെ കോഴി, അങ്ങനെയൊക്കെ വഴിപാടായിട്ട് കൊടുക്കാറുണ്ട്. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വഴിപാടായിട്ട് പെട്ടിയിൽ പൈസ ഇടാറുണ്ട് കേട്ടോ. ആരെടുത്തെങ്കിലും കൊടുത്തു വിടുകയും ചെയ്യാറ്. കാരണം നല്ല തിരക്കായിരിക്കും ഈ ദിവസം, ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, അത്രയും ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷമാണ് അവന് ഈ അസുഖം കണ്ടത്. ഈ വർഷമായപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം മാറിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.